friends, welcome to Rise to RN. എൻ്റെ പേര് ഡോണ and I am working as a nursing tutor. So ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന നമ്മുടെ നഴ്സിംഗ് റിസർച്ചിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അടുത്ത ചാപ്റ്റർ ആണ് റിസർച്ച് അപ്രോച്ചസ് ആൻഡ് ഡിസൈൻസ്. ഒരു അത്യാവശ്യം കുറെ കാര്യങ്ങൾ നമ്മൾക്ക് പഠിക്കാനുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. റിസർച്ച് ഡിസൈൻസ് നമുക്ക് ഒരുപാട് തവണ പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, അതിന് കുറെ ടൈപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കുറച്ചേറെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിന് ടെൻഷൻ എടുക്കേണ്ട, നമുക്ക് സാവധാനം ഇതെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് റിസർച്ച് ഡിസൈനിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് കാണാം. ഒരു സിമ്പിൾ ഡെഫിനിഷൻ ആണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. റിസർച്ച് ഡിസൈൻ ഈസ് എ പ്ലാൻ ഓഫ് ഹൗ, വെൻ ആൻഡ് വെയർ ഡേറ്റ ആർ ടു ബി കളക്ടഡ് ആൻഡ് അനലൈസ്ഡ്. ഒരു ഡേറ്റ എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് നമ്മൾ കളക്ട് ചെയ്യണം, അനലൈസ് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ഡെഫിനിഷൻ ആണ്, ഓർത്തിരിക്കാൻ എളുപ്പമുള്ളതാണ്. അടുത്ത് നമ്മൾ കാണുന്നത് എലമെന്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ ആണ്. ഈ എലമെന്റ്സും പലതവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എലമെന്റ്സ് മെയിൻ ആയിട്ടും പറയുന്നത് 5 എണ്ണമാണ്. ആദ്യത്തെ എലമെന്റ് എന്ന് പറയുന്ന അപ്രോച്ച് ആണ്. അപ്രോച്ച് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണുള്ളത്. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. നമ്മൾ ആദ്യം കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് പ്രോസസ്സും. അതിൽ ഏത് അപ്രോച്ച് ഉപയോഗിച്ചാണ് നമ്മൾ ഒരു റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ വരുന്ന പോപ്പുലേഷൻ സാമ്പിൾ ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്. സാമ്പിൾ എന്താ, സാമ്പിളിംഗ് ടെക്നിക് എന്താന്ന് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കാണും. അപ്പൊ ഏത് പോപ്പുലേഷൻ ആണ്, ഏത് സാമ്പിൾ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്, ഏത് സാമ്പിളിംഗ് ടെക്നിക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നു. അതാണ് ഒരു റിസർച്ച് ഡിസൈൻ്റെ ഒരു എലമെന്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ടൈം, പ്ലേസ്, സോഴ്സസ് ഓഫ് ഡേറ്റ. ഏത് ടൈമിലാണ് നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് പ്ലേസിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, പിന്നെ ഏതൊക്കെ സോഴ്സസ്, ഡേറ്റ കളക്ട് ചെയ്യാൻ ഏതൊക്കെ സോഴ്സസ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് ടൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ട് ചെയ്യാൻ ഏതൊക്കെ ടൂൾസ് ആണ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന്. നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് ഡേറ്റ അനലൈസ്. നമ്മൾ ലാസ്റ്റ് കളക്ട് ചെയ്ത ഡേറ്റ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് അനലൈസ് ചെയ്യുന്നൊരു എലമെന്റ്. ഈ 5 എലമെന്റ്സ് ആണ് വരുന്നത് റിസർച്ച് ഡിസൈനിൽ. നെക്സ്റ്റ് നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞ ടൈപ്സിലേക്ക് പോകാം. ടൈപ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, മിക്സ്ഡ് ഉണ്ട്. മിക്സ്ഡ് എന്ന് പറയുമ്പോൾ ബോത്ത് ക്വാളിറ്റേറ്റീവ് വരും, ക്വാണ്ടിറ്റേറ്റീവ് വരും. ആദ്യത്തെ നമ്മൾ കാണുന്ന ക്വാണ്ടിറ്റേറ്റീവ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ തന്നെ ക്വാണ്ടിറ്റി, ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും നമ്മൾ ഈ റിസർച്ചിന്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനിന്റെ ടൈപ്സിലേക്ക് പോകാം. മെയിൻ ആയിട്ടും ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈനെ നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്നെന്ന് പറയുന്നത് നോൺ എക്സ്പെരിമെന്റൽ, രണ്ടെന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ. ഈ എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിൽ നമുക്ക് ആദ്യം എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനെ പറ്റി കാണാം. എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനെ നമ്മൾ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ട്രൂ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ, രണ്ടാമത്തെ എന്ന് പറയുന്നത് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ. എഗെയിൻ ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനെ പിന്നെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഒന്നാമത്തേന്ന് വരുന്നത് ബേസിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ, സ്പെസിഫിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. സോ നമുക്ക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് മാത്രം എടുത്തും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതൊന്നും നമുക്ക് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്ന ഒരു പോർഷൻ അല്ല. ഓരോ ഹെഡിങ്ങിന്റെ അടിയിൽ വരുന്ന ഓരോ പോയിന്റ്സും ക്ലാസിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. നമുക്ക് ഓരോന്ന് വെച്ച് കാണാം. ആദ്യം നമുക്ക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ ഡെഫിനേഷൻ കാണാം. ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിന് വേറൊരു പേര് ഉണ്ട്, റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ, RCT എന്ന് പറയും. അതുകൊണ്ടാണ് ഓർത്തിരിക്കണം. RCT എന്ന് ചോദിച്ചാലും ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് ചോദിച്ചാലും സെയിം ആണ്, മാറിപ്പോവരുത്. അപ്പൊ ഈ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിൽ എന്താണ് വ്യത്യാസം? When the researcher manipulates the independent variables to observe the effect on dependent variable. ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ ഈ നമ്മുടെ റിസർച്ചർ മാനിപ്പുലേഷൻ, ചേഞ്ചസ് വരുത്തുന്നു. എന്തിന്? ഈ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള വേരിയബിളിൽ ചേഞ്ചസ് ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മുടെ മാർക്സും അതുപോലെ തന്നെ സ്റ്റഡി ടൈമും എടുക്കുന്നു. അപ്പൊ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ, അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വേരിയബിൾ. നമുക്ക് സ്റ്റഡി ടൈം കൂട്ടാം, കുറയ്ക്കാം, അങ്ങനെ. അപ്പൊ സ്റ്റഡി ടൈം കൂട്ടി കൊടുക്കുന്നു. അപ്പം അതിന് സ്റ്റഡി ടൈം കൂട്ടി കൊടുത്തു കഴിയുമ്പോൾ മാർക്ക് ആയിട്ട് കൂടുന്നു. സോ അതാണ് മാർക്കിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്, ആണ് മാർക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തുന്നു. ഇങ്ങനെ ഒരു മാനിപ്പുലേഷൻ നടത്തുന്നതാണ് ഈ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ചെയ്യുന്നത്. ഇവിടെ വേറൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഈ ഒരു നമ്മുടെ റിസർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കാണും, അതുപോലെ ഒരു കൺട്രോൾ ഗ്രൂപ്പും കാണും. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കാണും, അതുപോലെ ട്രീറ്റ്മെന്റ് കൊടുക്കാതെ കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പും കാണും.
നമുക്ക് മുന്നോട്ട് വരുമ്പോൾ അതെന്താന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് ടൈപ്പിലേക്ക് നമുക്ക് പോവാം. ഞാൻ പറഞ്ഞു ഈ എക്സ്പെരിമെന്റൽ ഡിസൈനെ തന്നെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ബേസിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ, രണ്ടാമത്തെ സ്പെസിഫിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. ഈ ബേസിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിലെ ഫസ്റ്റ് വൺ ആണ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈൻ. നമുക്ക് ഈ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈനെ ഒരു എക്സാമ്പിളോട് കൂടി കാണാം. നിങ്ങൾ ആദ്യം ഈ പിക്ചർ ഒന്ന് നോക്കുക. ഈ പിക്ചറിന്റെ അകത്ത് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ട്, കൺട്രോൾ ഗ്രൂപ്പും ഉണ്ട്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ട്രീറ്റ്മെന്റ് കിട്ടുന്ന ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലാസ് ഓഫ് 40 സ്റ്റുഡൻസിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ആ 40 സ്റ്റുഡൻസിൽ 20 സ്റ്റുഡൻസിനെ നമ്മൾ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ടും അടുത്ത 20 സ്റ്റുഡൻസിനെ കൺട്രോൾ ഗ്രൂപ്പായിട്ടും വെക്കുക. അപ്പൊ ആദ്യത്തെ 20 സ്റ്റുഡൻസിന് നമ്മളൊരു ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് അവർക്ക് ഒരു പോസ്റ്റ് ടെസ്റ്റ് കൊടുക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡ് ഹൈജീനെ പറ്റി എന്തൊക്കെ അറിവുണ്ടായി എന്നറിയാൻ വേണ്ടി ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പ്. നെക്സ്റ്റ് 20 സ്റ്റുഡൻസിന് നമ്മൾ ക്ലാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ ഡയറക്റ്റ് അവർക്ക് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയായിരിക്കും ക്വസ്റ്റ്യനെയർ കുറച്ചുകൂടി ആൻസേഴ്സ് ഏറ്റവും കൂടുതൽ കറക്റ്റ് ആക്കിയിരിക്കുന്ന ഏത് ഗ്രൂപ്പ് ആയിരിക്കും? എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആയിരിക്കും. സോ ഇതാണ് നമ്മുടെ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി ഡിസൈൻ ആണ്. ഇവിടെ നേരത്തെ പോസ്റ്റ് ടെസ്റ്റ് മാത്രമേ ഇവിടെ പ്രീ ടെസ്റ്റ് കൂടി ആഡ് ചെയ്തു. ഈ പിക്ചർ നോക്കുക. ഇവിടെ നമുക്ക് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ട്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് കൊടുത്തു, പിന്നെ ട്രീറ്റ്മെന്റ് കൊടുത്തു, പോസ്റ്റ് ടെസ്റ്റ്. എന്നാൽ കൺട്രോൾ ഗ്രൂപ്പ് വരുമ്പോൾ പ്രീ ടെസ്റ്റ് കൊടുക്കുന്നു, ട്രീറ്റ്മെന്റ് ഇല്ല, അവർക്ക് പോസ്റ്റ് ടെസ്റ്റിലേക്ക് ഡയറക്റ്റ് പോകുന്നു. എക്സാമ്പിൾ എടുക്കാം. നമ്മുടെ സ്റ്റുഡൻസ് ആദ്യത്തെ 20 സ്റ്റുഡൻസ് എന്ന് പറയുന്ന എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആണ്. അവർക്ക് ആദ്യം ഈ ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ക്വസ്റ്റ്യനെയർ ഡയറക്റ്റ് ആദ്യം കൊടുക്കുന്നു. ആദ്യം കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ കാണും. അതിനുശേഷം അവർക്കൊരു ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. പിന്നെയും അവർക്ക് പോസ്റ്റ് ടെസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. അപ്പൊ എന്തായിരിക്കും? ഒരുപാട് മാർക്സ് കൂടുതലായിട്ട് ക്വസ്റ്റ്യനെയർ കാണാൻ പറ്റും. അതേസമയം കൺട്രോൾ ഗ്രൂപ്പിനോ അവർക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യനെയർ ഡയറക്റ്റ് ആദ്യം കൊടുക്കുന്നു, പിന്നെ അവർക്ക് ക്ലാസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഒരാഴ്ചയ്ക്ക് ശേഷം പിന്നെയും പോസ്റ്റ് ടെസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യനെയർ കൂടി കൊടുക്കുന്നു. അപ്പം അവർക്ക് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ അത് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്ന സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ഈ ഒരു പിക്ചർ നോക്കുക. ഇതിൻ്റെ അകത്ത് നമുക്ക് 4 സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് എടുക്കുന്നത്. നമ്മൾ അതിനകത്ത് 2 എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കാണും, 2 കൺട്രോൾ ഗ്രൂപ്പും കാണും. ഈ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിൽ നമ്മൾ ആദ്യം പ്രീ ടെസ്റ്റ് കൊടുക്കുന്നു, ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു, പോസ്റ്റ് ടെസ്റ്റ് കൊടുക്കുന്നു. ഞാൻ എക്സാമ്പിൾ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് ആദ്യം നമ്മുടെ ഹാൻഡ് ഹൈജീന്റെ ക്വസ്റ്റ്യനെയർ കൊടുത്തു, അവർക്ക് ഹാൻഡ് ഹൈജീനെ പറ്റി ഒരു ക്ലാസ് എടുത്ത് കൊടുത്തു. അതിനുശേഷം പിന്നെയും ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ചെയ്തത്. രണ്ടാമത്തെ കൺട്രോൾ ഗ്രൂപ്പ്, ഒന്നാമത്തെ കൺട്രോൾ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ആദ്യം ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല, പിന്നെയും ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് 2 വരുവാണെങ്കിൽ അവർക്ക് ഡയറക്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു, ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. അവിടെ പ്രീ ടെസ്റ്റ് എടുക്കുന്നില്ല, ഡയറക്റ്റ് ക്ലാസ് പ്രൊവൈഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. കൺട്രോൾ ഗ്രൂപ്പ് 2 വരികയാണെങ്കിൽ അവർക്ക് ട്രീറ്റ്മെന്റും ഇല്ല, പ്രീ ടെസ്റ്റും ഇല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യനെയറിലേക്ക് പോകുന്നു. സോ ഈ ഒരു 4 ഗ്രൂപ്പുകൾ തമ്മിലുള്ള കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈൻ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈനും പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഡിസൈനും അതുപോലെ സോളമൻ 4 ഗ്രൂപ്പ് ഡിസൈനും എല്ലാം ഏതിന്റെ അടിയിൽ വരുന്ന ബേസിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനിന്റെ അടിയിൽ വരുന്ന പോയിന്റ്സ് ആണ്. 3 ടൈപ്സ് ആണ് വരുന്നത്. ഇനി അടുത്ത ടൈപ്പിലേക്ക്, മെയിൻ ടൈപ്പിലേക്ക് പോവാം. അതെന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ്. അതിന്റെ താഴെ നമുക്ക് 6ഓളം ടൈപ്സ് പിന്നെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. നമുക്ക് ആദ്യത്തെ ടൈപ്പ് കാണാം. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ പാരലൽ ഗ്രൂപ്പ് ഡിസൈൻ. ഇത് ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ നോക്കുക. ഇതിൻ്റെ അകത്ത് വരുന്ന എക്സ്പെരിമെന്റൽ ആം 1 ഉണ്ട്, എക്സ്പെരിമെന്റൽ ആം 2 ഉണ്ട്. ഇതിൻ്റെ അകത്ത് വ്യത്യാസം എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പില്ല, നമുക്ക് 2 എക്സ്പെരിമെന്റൽ ആംസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു 40 സ്റ്റുഡൻസിന്റെ ക്ലാസ് എടുത്തു. അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ് ഒരു എക്സ്പെരിമെന്റൽ ആമായിട്ട് നമുക്ക് എടുക്കാവുന്ന ലെക്ചർ മെത്തേഡ്. രണ്ടാമത്തെ എക്സ്പെരിമെന്റൽ ആമിന്റെ അകത്ത് നമുക്ക് PPT ഉള്ള ക്ലാസ്സുകൾ. സോ ഇങ്ങനെ 2 എക്സ്പെരിമെന്റൽ ആംസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതിന്റെ അകത്ത് കാണുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പില്ല, 2 എക്സ്പെരിമെന്റൽ ആംസ് ആണുള്ളത് എന്ന് പറഞ്ഞാൽ 2 എക്സ്പെരിമെന്റ്സ്. ഇതിനകത്ത് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ലെക്ചർ മെത്തേഡ് യൂസ് ചെയ്ത് ഹാൻഡ് ഹൈജീൻ പഠിപ്പിക്കുന്നതും PPT യൂസ് ചെയ്ത് ഹാൻഡ് ഹൈജീൻ പഠിപ്പിക്കുന്നതുമായിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ 40 പേരുള്ള സ്റ്റുഡൻസ് ഉള്ള ക്ലാസ് റൂം എടുക്കുന്നു, 20 ആയിട്ട് തിരിക്കുന്നു. ആദ്യത്തെ 20 പേർക്ക് നമ്മൾ എന്നാ ചെയ്യുന്നു? ആദ്യം ഒരു ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ഒരു പ്രീ ടെസ്റ്റ് കൊടുക്കുന്നു, അവരെ ക്വസ്റ്റ്യനെയർ കംപ്ലീറ്റ് ആക്കുന്നു.
അതുപോലെ തന്നെ മറ്റേ 20ക്കും പ്രീ ടെസ്റ്റ് കൊടുക്കുന്നു, അവരും കംപ്ലീറ്റ് ആക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 20ക്ക് നമ്മൾ ലെക്ചർ മെത്തേഡിൽ ഹാൻഡ് ഹൈജീനെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുന്നു. സെക്കൻഡ് 20ക്ക് നമ്മൾ എങ്ങനെയാണ് PPT യൂസ് ചെയ്ത് ഹാൻഡ് ഹൈജീനെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇതിനുശേഷം പിന്നെ 2 കൂട്ടർക്കും പോസ്റ്റ് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ ക്വസ്റ്റ്യനിൽ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ഉത്തരം എഴുതിയിരിക്കുന്ന ആരാണോ അപ്പൊ അത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും ലെക്ചർ മെത്തേഡ് ആണോ അത് PPT യൂസ് ചെയ്തുള്ള ടീച്ചിങ് മെത്തേഡ് ആണോ മോർ എഫക്റ്റീവ് എന്ന്. സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ബോഡി ഡിസൈൻ എന്ന് പറയും. ഈ സ്പ്ലിറ്റ് ബോഡി ഡിസൈൻ, ഈ പിക്ചർ നോക്കുക, ഈ പിക്ചർ കാണുന്ന പോലെ തന്നെ നമ്മുടെ എൻറ്റയർ ബോഡിയെ സ്പ്ലിറ്റ് ചെയ്യും, 2 ആയിട്ട് തിരിക്കും. എന്നിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസറിന്റെ എഫക്റ്റീവ്നെസ് അറിയണം. 2 ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസറിന്റെ എഫക്റ്റീവ്നെസ് അറിയണം. അങ്ങനെ ആദ്യം നമ്മുടെ ഒരു പേഷ്യന്റ് റൈറ്റ് ആമിൽ അത് അപ്ലൈ ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ, മറ്റേ മോയ്സ്ചറൈസർ ലെഫ്റ്റ് ആമിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഏതാന്ന് തിരിച്ചറിയാൻ ഈ ഡിസൈൻ വഴി ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തൊരു ടൈപ്പ് എന്ന് പറയുന്നത് ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ 2 അതിൽ കൂടുതലോ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾസ് സ്റ്റഡി ചെയ്യാൻ, സൈമൾട്ടേനിയസ്ലി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഒരു എഫക്ട് ഓഫ് ഡയറ്റ് ആൻഡ് എക്സസൈസ് ഓൺ വെയിറ്റ് റിഡക്ഷൻ. അപ്പൊ ഡയറ്റും വന്നു, എക്സസൈസും വന്നു, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ആൻഡ് വെയിറ്റ് ലോസ് ആണ് എന്താ ഡിപെൻഡന്റ് ആയിട്ടുള്ള വേരിയബിൾ. ഈ കാണുന്ന പോലെ ഇപ്പൊ കാണിച്ചിരിക്കുന്ന ഈ ബോക്സ് പോലെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നത് ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ബോത്ത് ഡയറ്റും ചെയ്യുന്നുണ്ട്, എക്സസൈസും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് 2 എന്ന് പറയുന്നത് ഡയറ്റ് മാത്രം എടുക്കുന്നുള്ളൂ, എക്സസൈസ് ചെയ്യുന്നില്ല. ഗ്രൂപ്പ് 3 എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്യുന്നില്ല, എക്സസൈസ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് 4 എന്ന് പറയുന്നത് ഡയറ്റും ഇല്ല, എക്സസൈസും ഇല്ല. സോ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് എഴുതി നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു ഡിസൈൻ ആണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്പെസിഫിക് ട്രൂ എക്സ്പെരിമെന്റ് ഡിസൈനിന്റെ താഴെ വരുന്ന 3 മെയിൻ ആയിട്ടുള്ള ടൈപ്സ് കണ്ടു. ഇത് കൂടാണ്ടുള്ളതാണ് റാൻഡമൈസ്ഡ് ബ്ലോക്ക് ഡിസൈൻ ഉണ്ട്, ക്രോസ് ഓവർ ഡിസൈൻ ഉണ്ട്, ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ ഉണ്ട്. അതും കൂടി ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. നെക്സ്റ്റ് നമുക്ക് ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈനിലേക്ക് പോവാം. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ അല്ലെങ്കിൽ നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾഡ് ട്രയൽ എന്നും പറയും. അപ്പൊ അതിൻ്റെ അകത്ത് വരുന്ന എത്ര ടൈപ്സ് ആണെന്ന് പറഞ്ഞാൽ 6 ടൈപ്സ് ആണ് വരുന്നത്. ആദ്യത്തെ ടൈപ്പ് നമുക്ക് കാണാം, നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ഫസ്റ്റ് ടൈപ്പിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ക്വാസി എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്താന്ന് കാണാം. മറ്റേ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈനുമായിട്ടുള്ള വ്യത്യാസം എന്താന്ന് കാണാം. ക്വാസി എക്സ്പെരിമെന്റൽ ഡിസൈൻ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ പോലെ തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിലെ റിസർച്ചർ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ്? ഡിപെൻഡന്റ് വേരിയബിളിൽ എന്തെങ്കിലും എഫക്ട് ഉണ്ടോ എന്നറിയാം. അത് സെയിം സംഭവം തന്നെ. പക്ഷെ ഇവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് കൺട്രോൾ ഗ്രൂപ്പ് മോസ്റ്റ് സമയവും കാണില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ് വരുന്നത്. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇറ്റ് ലാക്സ് റാൻഡമൈസേഷൻ ഓഫ് പാർട്ടിസിപ്പൻസ്. പാർട്ടിസിപ്പൻസിനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാൻ റിസർച്ചറിന് പറ്റില്ല. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റഡി ഓഫ് നോളജ് റിഗാർഡിംഗ് ഹാൻഡ് ഹൈജീൻ അമംഗ് നഴ്സസ്. അപ്പൊ നഴ്സസ് എന്ന് പറയുന്ന വലിയൊരു ഗ്രൂപ്പാണ്. അപ്പൊ നമ്മുടെ റിസർച്ചിന് റാൻഡം ആയിട്ട് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യാൻ ഇവിടെ പറ്റില്ല. അപ്പൊ റിസർച്ച് അപ്പൊ എന്നാ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഹോസ്പിറ്റലിലെ നഴ്സുമാരെ തന്നെ എടുക്കുന്നു, അല്ലെ ഒരു പർട്ടിക്കുലർ ലൊക്കാലിറ്റിയിലെ നഴ്സുമാരെ തന്നെ എടുക്കുന്നു. അങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒരു കൃത്യമായ റാൻഡം പാർട്ടിസിപ്പൻസ് കാണില്ല ഈ ഒരു റിസർച്ചിന്. അപ്പൊ നമുക്ക് ആദ്യത്തെ ടൈപ്പിലേക്ക് പോവാം. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. നമുക്ക് ഈ നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ഒരു എക്സാമ്പിളിലൂടെ കാണാം. നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നോക്കുക. ഇതിന്റെ അകത്ത് നമുക്ക് എക്സാമ്പിൾ നമ്മുടെ സ്റ്റുഡൻസിനെ എടുക്കാം. നമുക്കൊരു 40 സ്റ്റുഡൻസ് ഫ്രം ഫസ്റ്റ് ഇയർ ക്ലാസ് റൂമും അതുപോലെ 40 സ്റ്റുഡൻസ് ഫ്രം തേർഡ് ഇയർ ക്ലാസ് റൂമും കൺസിഡർ ചെയ്യാം. നമുക്ക് തേർഡ് ഇയർ ക്ലാസ് റൂമിലെ സ്റ്റുഡൻസിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആയിട്ട്, ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. അപ്പൊ ആദ്യം 2 കൂട്ടർക്ക് നമുക്ക് ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ക്വസ്റ്റ്യനെയർ പ്രീ ടെസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അവർ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്നു. തേർഡ് ഇയർ സ്റ്റുഡൻസിന് നമ്മളൊരു ഹാൻഡ് ഹൈജീനെ പറ്റിയുള്ള ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുന്നു. അതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്, ക്ലാസ് കൊടുക്കുന്നത്. അത് ഫസ്റ്റ് ഇയേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതിനുശേഷം 2 കൂട്ടർക്കും നമ്മൾ പിന്നെ ക്വസ്റ്റ്യനെയർ പോസ്റ്റ് ടെസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യനെയർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ കമ്പാരിസൺ അനാലിസിസ് ചെയ്യുന്ന ഒരു റിസർച്ച് ഡിസൈനെയാണ് നമ്മൾ നോൺ റാൻഡമൈസ്ഡ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടൈം സീരീസ് നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ ആണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് ആർ ടേക്കൺ ഓവർ ടൈം. കുറെ നാളുകൾ കൊണ്ട് നമ്മൾ ഒബ്സർവേഷൻ നടത്തുന്നു ഈ ഒരു റിസർച്ച് പ്രോസസ്സിൽ. ഇവിടെ നമുക്ക് എക്സാമ്പിൾ കാണാം. ആദ്യം നിങ്ങൾ ഈ ഫ്ലോ ചാർട്ട് നോക്കുക. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന എഫക്ട് ഓഫ് ഹാൻഡ് ഹൈജീൻ ട്രെയിനിങ് ഓൺ ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ റേറ്റ്സ് ഇൻ 2 ഹോസ്പിറ്റൽ. നമ്മൾ 2 ഹോസ്പിറ്റൽസിനെ എടുക്കുന്നുണ്ട്. ഒരു ഹോസ്പിറ്റൽ എനെ നമുക്ക് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ആയിട്ടും ഹോസ്പിറ്റൽ ബിനെ നമുക്ക് കൺട്രോൾ ഗ്രൂപ്പ് ആയിട്ട് എടുക്കാം. എന്നിട്ട് ആദ്യം ഫസ്റ്റ് മന്തിൽ അവരുടെ ഇൻഫെക്ഷൻ കൺട്രോൾ
എത്രയായിരുന്നു, അവര് ഇൻഫെക്ഷൻ കൺട്രോൾ റേറ്റ് എത്രയായിരുന്നു എന്ന് നമ്മൾ നോക്കുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് മന്തിൽ ഇൻഫെക്ഷൻ റേറ്റ് എത്രയാണെന്ന് റെക്കോർഡ് ചെയ്യുന്നു. തേർഡ് മന്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ ബിയുടെ ഇതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് എന്ന് പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം ഹോസ്പിറ്റൽ എക്ക് നമ്മളൊരു ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ 4th മന്ത്, 5th മന്ത്, 6th മന്ത് പിന്നെ ഇൻഫെക്ഷൻ റേറ്റ് മോണിറ്റർ ചെയ്യുന്നു. അതേസമയം നമ്മൾ ഹോസ്പിറ്റൽ ബിക്ക് ക്ലാസ്സുകളൊന്നും ട്രീറ്റ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. അവർക്ക് പോസ്റ്റ് ആയിട്ട് നമ്മൾ പിന്നെ അവരെ ഇത് ചെയ്യുകയാണ്. 4th, 5th, 6th മന്തിൽ പിന്നെ അവരുടെ ഇൻഫെക്ഷൻ റേറ്റ് നമ്മൾ പിന്നെ മോണിറ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നടക്കുന്ന ഒരു കമ്പാരിസനെയാണ് നമ്മൾ ടൈം സീരീസ് നോൺ ഈക്വലന്റ് കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതുകൂടാതെ 3 ടൈപ്സ് കൂടിയുണ്ട്. ടൈം സീരീസ് ഡിസൈൻ ഉണ്ട്, ടൈം സീരീസ് വിത്ത് വിത്ഡ്രോൺ ആൻഡ് റീഇൻസ്റ്റിറ്റ്യൂട്ടഡ് ട്രീറ്റ്മെന്റ് ഡിസൈൻ ഉണ്ട്, വൺ ഗ്രൂപ്പ് പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ ഉണ്ട്. ഈ 3 ടൈപ്സ് കൂടിയുണ്ട്. അതുകൂടി വായിച്ചൊന്ന് പഠിച്ചിരിക്കുക. നമ്മൾ ഇത്രയും നേരം കണ്ടത് എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈനിന്റെ ടൈപ്സ് ആണ്. മെയിൻ 2 ടൈപ്സ് പറഞ്ഞു, ട്രൂ എക്സ്പെരിമെന്റലും പറഞ്ഞു, ക്വാസി എക്സ്പെരിമെന്റലും പറഞ്ഞു. ഇതാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇതിനകത്ത് നമ്മൾ ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, ക്വാസി എക്സ്പെരിമെന്റൽ എടുത്ത് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എന്നും എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എങ്ങനെ വന്നാലും എഴുതാൻ നമ്മൾ പഠിച്ചിരിക്കണം. വിത്ത് ആ എക്സാമ്പിൾ ഫ്ലോ ചാർട്ടോടും കൂടി എഴുതാൻ ശ്രമിക്കുക. അടുത്തെന്ന് പറയുന്നത് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ ആണ്. അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ടും 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കോറിലേഷണൽ റിസർച്ച് ഡിസൈൻ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ട്, എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആൻഡ് സർവേ റിസർച്ച് ഡിസൈൻ. ഇത് അങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല എങ്കിലും സർവേ റിസർച്ച് ഡിസൈൻ ഒക്കെ ഒന്ന് നന്നായി വായിച്ചിരിക്കുന്നത് നന്നായിരിക്കും. നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻ എടുത്ത് ചോദിച്ചിട്ടില്ല എങ്കിലും റിസർച്ച് ഡിസൈൻ എന്ന് മാത്രം, അത് ടൈപ്സ് മാത്രം എഴുതാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ബോത്ത് എക്സ്പെരിമെന്റൽ ആൻഡ് നോൺ എക്സ്പെരിമെന്റൽ റിസർച്ച് ഡിസൈൻസും അതിന്റെ അടി വരുന്ന ടൈപ്സും എല്ലാം പഠിച്ചിരിക്കുന്നതാണ്. സോ നോൺ എക്സ്പെരിമെന്റിന്റെ അടി വരുന്ന ടൈപ്സ് വിത്ത് ഫുൾ എക്സ്പ്ലനേഷൻ വായിച്ചില്ലെങ്കിലും ജസ്റ്റ് എന്താണെങ്കിലും ഒന്ന് നോക്കിയിട്ട് പോകാൻ ഓർക്കുക. നമ്മൾ ഇത്രയും നേരം കൊണ്ടുകൊണ്ടിരുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ്. ഇനി ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ആണ് നമുക്ക് കാണാനുള്ളത്. ഈ ക്വാണ്ടിറ്റേറ്റീവ് കുറേ വട്ടം ചോദിച്ചിട്ടുണ്ട്, ബട്ട് ക്വാളിറ്റേറ്റീവ് അങ്ങനെ ഒരുപാട് തവണയൊന്നും ചോദിച്ചിട്ടുണ്ടോ, 1-2 തവണ വന്നിട്ടുള്ളതാണ്. സോ ഇതും പഠിച്ചിരിക്കണം. അപ്പൊ നമുക്ക് ടൈപ്സ് ഓഫ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഡിസൈൻ ഏതൊക്കെയാണെന്ന് കാണാം. ആദ്യത്തെ എന്ന് പറയുന്നത് എത്നോഗ്രാഫിക് റിസർച്ച്, പിന്നെ ഗ്രൗണ്ടഡ് തിയറി, ഹിസ്റ്റോറിക്കൽ റിസർച്ച്, ഫിനോമിനോളജിക്കൽ റിസർച്ച്, ആക്ഷൻ റിസർച്ച് ആൻഡ് കേസ് സ്റ്റഡി. ഇത്രയും മെയിൻ ടൈപ്സ് ആണ് വരുന്നത്. ഈ ടൈപ്സിനെ പറ്റിയുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്തായാലും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പെട്ടെന്ന് പോവുകയാണ്. അത് പോപ്പുലേഷൻ സാമ്പിൾ ആൻഡ് സാമ്പിളിംഗ് ആണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പൊ സാമ്പിളിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. അതിൻ്റെ അകത്തുനിന്ന് കുറേയേറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് തന്നെയും പിന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് സാമ്പിളിംഗ് എന്ന് കാണാം. സാമ്പിളിംഗിന് ഒരു ഡെഫിനേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ടിങ് റെപ്രസെന്റേറ്റീവ് യൂണിറ്റ്സ് ഫ്രം ആൻ എൻറ്റയർ പോപ്പുലേഷൻ ഓഫ് എ സ്റ്റഡി. നമ്മളൊരു റിസർച്ചർ അവരുടെ സ്റ്റഡിക്ക് വേണ്ടി ഒരു എൻറ്റയർ പോപ്പുലേഷന് അവർക്ക് ആവശ്യമായ റെപ്രസെന്റേറ്റീവ് ഗ്രൂപ്പിനെ തിരിച്ചെടുക്കുന്നതിനെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് സാമ്പിൾ. അതൊരു 4-5 ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്, അത് വായിച്ചിരിക്കുക. അടുത്തത് ചോദിച്ചിട്ടുള്ള ഒരെണ്ണമാണ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സാമ്പിളിംഗ് പ്രോസസ്. നേച്ചർ ഓഫ് ദി റിസർച്ചർ വരുന്നുണ്ട്, നേച്ചർ ഓഫ് ദി സാമ്പിൾ, സർക്കംസ്റ്റാൻസസ്. ഈ 3 പോയിന്റ്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, അത് ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചിരിക്കുക. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് ടെക്നിക്സ്. മെയിൻ 2 സാമ്പിളിംഗ് ടെക്നിക്സ് ആണ് നമുക്കുള്ളത്, പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്സ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കും അതുപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കും രണ്ടും സെപ്പറേറ്റ് ആയിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടും മെസ്സേജ് ഓരോ പാർട്ടൊക്കെ ആയിട്ട് കയറി വന്നിട്ടുള്ളതാണ്. അപ്പം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ സാമ്പിളിംഗ് എന്താണെന്ന് എഴുതണം, ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് എഴുതണം, എന്നിട്ട് പ്രോബബിലിറ്റി നോൺ പ്രോബബിലിറ്റി ആയിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് എഴുതണം. അതിനുശേഷം പ്രോബബിലിറ്റി സാമ്പിളിംഗ് എടുത്ത് എഴുതിയിട്ട് അതിന്റെ അടി വരുന്ന ടൈപ്സ് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. അതിന്റെ അടി വരുന്നത് 5 ടൈപ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്, 2 എന്ന് പറയുന്നത് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ്, 3 സിസ്റ്റമാറ്റിക് റാൻഡം സാമ്പിളിംഗ്, 4th വൺ ക്ലസ്റ്റർ ഓർ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്, 5th വൺ സീക്വൻഷ്യൽ സാമ്പിളിംഗ്. ഇത് ഓരോന്നും എടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല, ബട്ട് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറഞ്ഞ് സാമ്പിളിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പൊ ഈ ടൈപ്സ് എല്ലാം എക്സ്പ്ലനേഷനോടുകൂടി അറിഞ്ഞിരിക്കണം. അടുത്തെന്ന് പറയുന്നത് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കാണ്. ഈ പ്രോബബിലിറ്റി സാമ്പിളിംഗ് ടെക്നിക്കിനെക്കാട്ടും കൂടുതൽ ചോദിച്ചിട്ടുള്ള നോൺ പ്രോബബിലിറ്റി ആണ്.
അതുകൊണ്ട് കാരണം അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിനകത്ത് വരുന്നത് 7 ടൈപ്സ് ആണ്. ഒന്നെന്ന് പറയുന്നത് പർപ്പസീവ്, കൺവീനിയൻസ്, കോൺസിക്യൂട്ടീവ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ്, വോളണ്ടിയർ സാമ്പിളിംഗ് ആൻഡ് ജീനോളജി സാമ്പിളിംഗ്. ഇങ്ങനെ 7 ടൈപ്സ് ആണ് വരുന്നത്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഓരോ പോയിന്റ്സും എന്താന്ന് വായിച്ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ചാപ്റ്റർ 6 അനാലിസിസ് ഓഫ് ഡേറ്റ. ഈ അനാലിസിസ് ഓഫ് ഡേറ്റ അല്ലെ അനാലിസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ എന്ന് നമ്മളോട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട 4 ഹെഡിങ്സ് ആണ്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡേറ്റ പ്രിപ്പറേഷൻ, രണ്ടാമത്തെ ഹെഡിങ് എന്ന് പറയുന്നത് ഡിസ്ക്രൈബിംഗ് ദ ഡേറ്റ, മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡ്രോയിങ് ദ ഇൻഫറൻസ്, ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ ഓഫ് ദി ഡേറ്റ. ഇതിനകത്ത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ദി ഡേറ്റ സെപ്പറേറ്റ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. നമുക്ക് അടുത്ത ലാസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് കാണാം. ലാസ്റ്റ് ചാപ്റ്റർ 8 ആണ്. ചാപ്റ്റർ 7 സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരുന്നു, നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ചാപ്റ്റർ 8 എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസർച്ച്. അതിൻ്റെ അകത്ത് ഏറ്റവും കൂടി റിപ്പീറ്റഡ് ആയിട്ടുള്ള വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട്, അല്ലെങ്കിൽ റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട്. അത് പ്രിപ്പയർ ചെയ്യാൻ ഏത് ഫോർമാറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ആ ഫോർമാറ്റ് ഇങ്ങനെയാണ്. ഇൻട്രൊഡക്ഷൻ ഉണ്ട്, മെത്തേഡ്സ്, റിസൾട്ട്സ് ആൻഡ് ഡിസ്കഷൻ. ഇത് നമ്മൾ റൈറ്റിംഗ് എ റിസർച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഓഫ് റിസർച്ച് റിപ്പോർട്ട് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ് റിസർച്ച് റിപ്പോർട്ട് എന്നൊരു ഡെഫിനേഷൻ കൊടുക്കണം. അതിനുശേഷം ഈ ഹെഡിങ്ങുകൾ വെച്ച് ആൻസർ എഴുതുക. അടുത്തൊരു ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് യൂട്ടിലൈസേഷൻ ഓഫ് നഴ്സിംഗ് റിസർച്ച്. നമ്മൾ ഈ റിസർച്ച് ഫൈൻഡിങ്സ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, ഇപ്പം നഴ്സിംഗ് പ്രാക്ടീസിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം എന്നതാണ് യൂട്ടിലൈസേഷൻ ഓഫ് നഴ്സിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ ഒരു ഡെഫിനിഷൻ കൊടുക്കുക. പിന്നെ ഏരിയാസ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് നഴ്സിംഗ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് പ്രാക്ടീസിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ നഴ്സിംഗ് എഡ്യൂക്കേഷനിൽ എങ്ങനെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, പേഷ്യന്റ് കെയർ, എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇങ്ങനെ ഓരോ ഹെഡിങ്ങുകൾ ഇത് ഈ മേഖലകളിലൊക്കെ എങ്ങനെ നമുക്ക് നഴ്സിംഗ് റിസർച്ച് യൂട്ടിലൈസ് ചെയ്യാമെന്ന് പോയിന്റ്സ് ആഡ് ചെയ്യുക. അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ് മെത്തേഡ്സ് ഓഫ് റൈറ്റിംഗ് റിസർച്ച് റിപ്പോർട്ട്, അല്ലെ മെത്തേഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത്. നമുക്ക് 3 മെയിൻ മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് റിട്ടൺ റിപ്പോർട്ട്സ് ആയിട്ട് നമുക്ക് റിസർച്ച് നമുക്ക് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഓറൽ റിപ്പോർട്ട്സ് ആയിട്ട്, അല്ലെങ്കിൽ പോസ്റ്റർ പ്രസന്റേഷൻ ആയിട്ട്. അങ്ങനെ 3 മെത്തേഡ്സ് ആണ് ഈ കമ്മ്യൂണിക്കേഷൻ ഓഫ് റിസർച്ചിൽ വരുന്നത്. സോ ഇതോടുകൂടി നമ്മുടെ റിസർച്ചിന്റെ ടോപ്പിക് ഏകദേശം നമ്മളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സും നിങ്ങൾ എല്ലാവരും മാക്സിമം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഡൗട്ട്സ് ഉള്ളത് കമന്റ് ത്രൂ നമ്മളെ അറിയിക്കുക, അല്ലെങ്കിൽ പേഴ്സണലി മെസ്സേജ് ചെയ്യുക. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇനി മുന്നോട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി പർട്ടിക്കുലർ ഏതെങ്കിലും പോർഷൻ പ്രത്യേകമായിട്ട് ഏതെങ്കിലും പോർഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമന്റ് ചെയ്താൽ മതി. നമ്മൾ അതനുസരിച്ചുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പം നാളെ കാണാം. അണ്ടിൽ ടുമോറോ, ബൈ.